പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യ എന്ന് ഒരു വികസിത രാഷ്ട്രമായിട്ട് തീരും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യക്കാരുടെ ഒരു പ്രധാന പോരായ്മ നമ്മൾ അയലോക്കത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നത്. അത് ഇന്ത്യക്കാരുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ അയലോക്കത്തുള്ള രാജ്യങ്ങൾ എത്രത്തോളം ഡെവലപ്ഡ് ആവുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഒരു പ്രയാണം. അതൊരു കാര്യമാണ്. കാരണം നമ്മുടെ അയൽ രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ചൈനയുണ്ട്. ചൈന വളരെ സാമ്പത്തികപരമായിട്ട് നല്ല നിലയിലാണേലും പക്ഷെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് റെഗുലേഷൻസാണ്. വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കുറവാണ്. അപ്പോൾ പക്ഷേ മറ്റും പല നല്ല കാര്യങ്ങളും ചൈനയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് മറ്റു പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനും. പക്ഷേ നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ പിന്നെയുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് ഇന്ത്യ പാകിസ്ഥാനെ ക്രിക്കറ്റിൽ വനിതകൾ ഇന്ത്യൻ വനിതകൾ പാകിസ്ഥാൻ വനിതകളെ തോൽപ്പിച്ചാലും നമ്മൾ ആഘോഷിക്കും. നമ്മുടെ മെയിൽ ടീം ഒക്കെ ഇന്ത്യ പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷിക്കും. അങ്ങനെ നമ്മൾ ആനന്ദം കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു ആശ്വാസം. അതേസമയം ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ. ബംഗ്ലാദേശ് പക്ഷേ കുറച്ചുകൂടെ പുരോഗമിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഫിഫ വേൾഡ് കപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോൾ അത് പാകിസ്ഥാനിലാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരു പാകിസ്ഥാൻ കമ്പനിയാണ് അത് ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോൾ നിർമ്മിക്കുന്നത്. അപ്പോൾ പിന്നെയുള്ള അഫ്ഗാനിസ്ഥാനാണ്. അവിടെ എല്ലാം ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അടിമകളുള്ള നാടാണ്. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം സ്ഥിതിയിലാണ്. പിന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രീലങ്കയുണ്ട്, പിന്നെ നേപ്പാളുണ്ട്, അതിന് മുന്നേ ചൈനയുണ്ട്, പിന്നെ ഉള്ളത് ബംഗ്ലാദേശ്. ഇത് മൂന്നുമാണ്. ഇത്രയും രാജ്യങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അതേസമയം വേറൊരു ജോഗ്രഫിക്കൽ നോക്കുവാണെങ്കിൽ യൂറോപ്യൻ യൂണിയനുണ്ട്, അമേരിക്കയുണ്ട്. അവിടെയൊക്കെ രാജ്യങ്ങൾ ചിന്തിക്കുന്നത് തന്നെ വ്യത്യസ്തപരമായിട്ടുള്ള രീതിയിലാണ്. അവർക്ക് കുറച്ചുകൂടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അവിടെ രാഷ്ട്രീയക്കാരന് അവിടെ കുറച്ചുകൂടെ ഒരു ഡെമോക്രസി ഉണ്ട്. അവിടെ ജനാധിപത്യമുള്ള രാജ്യങ്ങളാണത്. പിന്നെ അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ പവറുണ്ട് അവിടെ. അപ്പോൾ അമേരിക്കയിൽ പോലും അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നു. അവിടെ എന്തും തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ട്. അപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞതല്ല, എങ്കിലും നമ്മൾ ഇന്ന് അമേരിക്കയിലുള്ളവരെ പോലെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ യൂറോപ്പിലുള്ളവരെ പോലെ ചിന്തിക്കുന്നു, ഓസ്ട്രേലിയയിലുള്ളവരെ പോലെ ചിന്തിക്കുന്നു. അവരുടെ നല്ല വശങ്ങൾ എടുക്കുക. അവരുടെ നല്ല വശങ്ങളെടുത്ത് നമ്മൾ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് വേണം ഇന്ത്യയെ താരതമ്യം ചെയ്യാൻ വേണ്ടി. എന്നാലേ നമ്മുടെ ഒരു ഉട്ടോപ്യൻ ലക്ഷ്യങ്ങൾ വേണം. ഉട്ടോപ്യൻ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ലക്ഷ്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാനാകത്തുള്ളൂ. ഒളിമ്പിക്സിൽ 3-ാം സ്ഥാനത്തെങ്കിലും വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാരൊക്കെ വെളിയിൽ
നമുക്കൊരു ബഹുമാനം കിട്ടുന്നു. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് കേൾക്കുന്ന ഈയിടെ വാർത്തയിൽ കണ്ടതാണ്. ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ 2 ഇന്ത്യൻ യുവതികൾ ചെന്നു. അപ്പോൾ വെയിറ്റർ അവരെ അപമാനിച്ചു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാരെ യുവതികൾ അയാളുടെ വായ അടപ്പിച്ചു. അവസാനം പോലീസ് വരെ വന്ന് രംഗം ശാന്തമാക്കി അയാൾക്ക് മാപ്പ് പറയേണ്ടി വന്നു. അത് നല്ല കാര്യം, അത് നമ്മുടെ ഒരു പവറാണ് കാണിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മുന്നേറാനുണ്ട്. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മുന്നേറാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാം. ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്ന ദിനങ്ങൾ കടന്നു വരട്ടെ. അതിനുവേണ്ടി എല്ലാവരും രാജ്യത്തോട് ഞാൻ പറയുന്നത് NRIs ഒക്കെ നമ്മൾ ഒരു 2 ആഴ്ച നമ്മുടെ നാടിന് വേണ്ടി തിരിച്ചു വന്ന് വർഷത്തിൽ 2 ആഴ്ച ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ നാട്ടിനെ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു രാഷ്ട്രത്തെ, മികച്ച രാഷ്ട്രത്തെ നമ്മുടെ ഇന്ത്യയെ മികച്ച രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ.